بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അപ്രകാരം ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കുവാനും മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രങ്ങളും പ്രവാചകൻ്റെ സ്മരണകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസത്തിലും സമയത്തിലുമാണ് നമ്മളൊക്കെയുമുള്ളത്. മുസ്ലിം ലോകത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടമായ ലോകത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം നടന്ന റബീഉൽ അവ്വൽ മാസത്തിലാണ് നമ്മളൊക്കെയും നിലകൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ
ഇന്ന് ഏറ്റവും കൂടുതൽ സ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാനായ വ്യക്തിത്വമാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇക്കഴിഞ്ഞ ആഴ്ചകളിൽ അമേരിക്കയിലുണ്ടായ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയുള്ള ഒരു ഓഫീസിലേക്ക് ഒരു ഭാര്യയും ഭർത്താവും, മുസ്ലിം നാമധാരികളായ ഒരു ഭാര്യയും ഭർത്താവും കടന്നു വരികയും അവരുടെ കൈകളിലുണ്ടായിരുന്ന തോക്കുകളിൽ നിന്ന് ഓഫീസിലുണ്ടായിരുന്ന സഹപ്രവർത്തകരിലേക്ക് നിറയൊഴുക്കുകയും അത്തരത്തിൽ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്ക് മുഴുവൻ അപമാനകരമായൊരു പ്രവൃത്തി നടക്കപ്പെടുകയും ചെയ്ത ശേഷം ഇനി വരാനിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ റെഡിയായി നിൽക്കുന്ന ഒരു പ്രമുഖനായ വ്യക്തിത്വം ലോകത്ത് മുഴുവനുള്ള മുസ്ലിങ്ങൾക്ക് നേരെ ആക്രോശിക്കുകയും ഒരൊറ്റ മുസ്ലിമിനെയും ഇനി അമേരിക്കയുടെ മണ്ണിലേക്ക് കാലുകുത്താൻ അനുവദിക്കരുത്, ഞാനെങ്ങാനും അമേരിക്കയുടെ പ്രസിഡൻ്റായി കഴിഞ്ഞാൽ അമേരിക്കയുടെ മണ്ണിൽ നിന്ന് പൂർണ്ണമായും മുസ്ലിങ്ങളെ നീക്കം ചെയ്യുമെന്നും ഉന്മൂലനം ചെയ്യുമെന്നും മുസ്ലിങ്ങളുടെ അടയാളങ്ങൾ പോലും, അവരുടെ പള്ളികളും അത്തരത്തിലുള്ള ആരാധനാലയങ്ങൾ പോലും ഞാൻ തുടച്ചു നീക്കുമെന്നും പ്രകോപനപരമായ പ്രസ്താവനകൾ ഇറക്കപ്പെടുകയും ചെയ്ത സാഹചര്യം പല രംഗത്തും ISIS പോലെയുള്ള തീവ്രവാദ സംഘടനകൾ പല രൂപത്തിലും ഇസ്ലാമിനെതിരെ, ഇസ്ലാമിൻ്റെ പേരിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പോലും ഉദ്ധരിച്ചുകൊണ്ട് കോട്ടിമാറ്റലുകൾക്ക് വിധേയമാക്കി ഇസ്ലാമിനെ ഏറെ മോശമായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെയാണ് നമ്മളൊക്കെയും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഇസ്ലാം അത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ, വർഗീയവാദ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല എന്നും അതൊരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ പെട്ടതല്ല എന്നും കഴിഞ്ഞ ആഴ്ചയിലെ സംസാരങ്ങളിലൂടെ നമ്മൾ സൂചിപ്പിക്കപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആനുകാലികമായും അതല്ലാത്ത സന്ദർഭങ്ങളിലും പല രൂപത്തിലുള്ള സന്ദേശങ്ങൾ, മെസ്സേജുകൾ നമ്മളൊക്കെയും വായിക്കുകയും ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. മെസ്സേജുമായി കടന്നു വരുന്ന ആളുകൾക്കാണ് മെസ്സഞ്ചർ എന്ന് പറയുന്നത്. ലോകത്തിൻ്റെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകർക്ക് മുഴുവൻ കടന്നു വന്ന ഒരു മെസ്സഞ്ചറാണ്. ആ മെസ്സഞ്ചർ വിട്ടേച്ചു പോയത് വലിയ വലിയ സന്ദേശങ്ങളാണ്. നമ്മുടെയൊക്കെ നാടുകളിൽ വലിയ വലിയ ശാസ്ത്രരംഗത്തും സാമൂഹിക രംഗത്തും നവോത്ഥാന രംഗങ്ങളിൽ ഇടപെടുകയും അത്തരത്തിലുള്ള മാറ്റങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും ചാലകശക്തിയാവുകയും ചെയ്ത പലരുടെയും മെസ്സേജുകൾ വലിയ പ്രാധാന്യത്തോടുകൂടി നമ്മളൊക്കെയും വായിക്കുകയും സ്മരിക്കുകയും ചെയ്യാറുണ്ട്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് പഠിപ്പിച്ച ശ്രീനാരായണ ഗുരു, അദ്ദേഹത്തെക്കുറിച്ച് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ മെസ്സേജ് പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ നാടുകളിൽ. ഇത്തരത്തിൽ വലിയ വലിയ പ്രശസ്തരായ ആളുകളുടെ മെസ്സേജുകൾ, അവരുടെ ആത്മകഥകൾ, അതൊക്കെയും പലർക്കും അവരുടെ ജീവിതത്തിൽ പല രൂപത്തിലുള്ള പ്രചോദനങ്ങളും സൃഷ്ടിക്കാറുണ്ട്. എന്നാൽ ലോകത്തിന് മുഴുവൻ സന്ദേശവാഹകനായി കടന്നു വന്ന, മെസ്സേജുമായി കടന്നു വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ മെസ്സേജുകളൊന്നും വിട്ടേച്ചു പോയിട്ടില്ല. മറിച്ച് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതമാണ്. ഒരിക്കലും അദ്ദേഹം തൻ്റെ കൂടെയുണ്ടായിരുന്ന അനുയായികളെ വിളിച്ചിരുത്തിക്കൊണ്ട് നിങ്ങളെൻ്റെ ജീവിതത്തിലെ ഓരോ രംഗങ്ങളും പകർത്തി വെക്കണമെന്നും എൻ്റെ മരണശേഷം ലോകർക്ക് മുഴുവൻ അതൊരു
വായനാ ഗ്രന്ഥമാകണമെന്നൊരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. തൻ്റെ ജീവിതത്തിലെ മെസ്സേജുകൾ ഒരിക്കലും പ്രവാചകൻ ആ രൂപത്തിൽ എഴുതി രേഖപ്പെടുത്തുകയോ അത്തരത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ഇന്ന് ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ചരിത്ര ഗ്രന്ഥങ്ങൾ, ഒരു വ്യക്തിയെക്കുറിച്ച് എഴുതപ്പെട്ട ശേഖരിക്കപ്പെട്ട ഏറ്റവും വലിയ കിതാബുകൾ, ഏറ്റവും വലിയ ഗ്രന്ഥശേഖരണങ്ങൾ, ഇന്ന് ലോകം മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏകനായ ഒരു വ്യക്തി, ഒരേ ഒരു വ്യക്തിയെക്കുറിച്ച് ലോകം മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നാമങ്ങൾ ഈ രൂപത്തിൽ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്? ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ രാവെന്നും പകലെന്നും വ്യത്യാസമില്ലാതെ 5 നേരങ്ങളിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ബാങ്കിൻ്റെ ധ്വനികൾ മുഴക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെയും പ്രവാചകന്റെ പേരുകൾ സ്മരിക്കപ്പെടുകയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. സദാസമയങ്ങളിലും മുസ്ലിം ലോകം മുഴുവൻ സ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകൾ, അദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രാർത്ഥനകൾ, അദ്ദേഹത്തിലേക്ക് എത്തുന്ന സ്വലാത്തുകൾ. ഇത്രയധികം സ്മരിക്കപ്പെടുന്ന ഇത്രയധികം ഒരു വ്യക്തി ലോകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അല്ലാതെ മറ്റൊരാളില്ല. അതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരാൻ വിധിക്കപ്പെട്ടവരാണ്. അതുമേ നമ്മുടെ മേൽ നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയാണ് നാം സ്നേഹിക്കേണ്ടതെന്നും എങ്ങനെയാണ് നാം പിൻപറ്റേണ്ടതെന്നും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിച്ചു, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് നമുക്കുള്ള പാഠമെന്നുള്ളത്, അദ്ദേഹം നമുക്ക് നൽകിയ മെസ്സേജ് എന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതമായിരുന്നു. അതല്ലാതെ ലിഖിതമാക്കപ്പെട്ട സ്വന്തം ആത്മകഥ രചിച്ച വ്യക്തിയല്ല ലോകത്തിൻ്റെ പ്രവാചകൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ 1-ാമത്തെ ദിവസം മുതൽ ഹിജറയുടെ 11-ാമത്തെ വർഷം റബീഉൽ അവ്വൽ മാസത്തിലെ 12-ാമത്തെ ദിവസം, ഒരു തിങ്കളാഴ്ച ദിവസം പൂർവാഹന സമയത്ത് ഇലാ റഫീഖിൽ അഅ്ലാ, ഇലാ റഫീഖിൽ അഅ്ലാ, ഇലാ റഫീഖിൽ അഅ്ലാ, ഏറ്റവും ഉന്നതനായ കൂട്ടുകാരൻ്റെ അടുക്കലേക്ക് ഞാൻ മടങ്ങുന്നെന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട പറഞ്ഞ ആ ദിവസം വരെയുള്ള പ്രവാചകന്റെ ജീവിതത്തിലെ സന്ദേശമെന്നുള്ളത്, പ്രവാചകന്റെ ജീവിതത്തിൽ നിന്നുള്ള ഉൾക്കൊള്ളാനുള്ള പാഠമെന്നുള്ളത് പ്രവാചകന്റെ ജീവിതമാണ്. പ്രവാചകന്റെ ഓരോ നിമിഷത്തെയും ജീവിതം, പ്രവാചകന്റെ ഓരോ നിമിഷത്തെയും പ്രവർത്തനങ്ങൾ, അതാണ് പ്രവാചകൻ നമുക്ക് നൽകുന്ന സന്ദേശം. നുബൂവത്തിന് മുമ്പുള്ള 40 വയസ്സുകാലത്തെ പ്രവാചകന്റെ ജീവിതം, മക്കക്കാർക്ക് എന്നും എക്കാലത്തും അല്ലമീനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. മക്കയിലെ ജനങ്ങൾ മുഴുവൻ അംഗീകരിച്ചിരുന്നു. ഹജറുൽ അസ്വദ് മാറ്റിവ കഅബയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് മക്കയിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാവുകയും ആ സമയത്ത് ആ തർക്കത്തിന് പരിഹാരം കണ്ടതുവരെ ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നെന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ 40-ാമത്തെ വയസ്സിൽ ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ വറബ്ബുക്കൽ അക്രം എന്ന സൂറത്ത് എന്ന വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രവാചകന്റെ നുബുവത്തിൻ്റെ കാലഘട്ടം ആരംഭിക്കുമ്പോൾ പ്രവാചകനായി ദൈവത്തിൻ്റെ ദൂതനായി നിയോഗിക്കപ്പെടുന്ന ആ ഒരു ആനുകാലിക ആ ഒരു സന്ദർഭം നമുക്കറിയാം. ഇരുണ്ട നൂറ്റാണ്ടെന്ന്, ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ കാലഘട്ടം, പരസ്പരം പോരടിക്കുന്നതിൻ്റെ കാരണങ്ങൾ അറിയാതിരുന്നൊരു കാലഘട്ടം. ആ ഒരു സമൂഹത്തെ
അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റിയെടുത്തു. കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നിങ്ങളാണ് ഏറ്റവും ഉത്തമമായ സമൂഹം. ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നന്മ കൽപ്പിക്കുവാനും തിന്മ വിരോധിക്കുവാനും തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും ഉത്തമമായ സമൂഹം നിങ്ങളാണെന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ പ്രശംസിക്കപ്പെടുന്ന ഒരു സമൂഹമാക്കി ആ മക്കയിലെ സമൂഹത്തെ, ഖുറൈശികളെ, മക്കയിലെ ജാഹിലുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റിയെടുത്തു. ആ പ്രവാചകന്റെ അനുയായികളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. എത്രയോ തവണ പ്രിയപ്പെട്ടവരെ നമ്മുടെ കാതുകളിലൂടെ കേട്ട ആയത്തുകളാ. അള്ളാഹു തൃപ്തിപ്പെട്ട ഒരു വിഭാഗം, അള്ളാഹുവേയും തൃപ്തിപ്പെട്ട വിഭാഗം, അവർക്ക് വേണ്ടിയാണ് താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിൻ്റെ പൂങ്കാവനങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്നതെന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച വിഭാഗം. ആ വിഭാഗത്തെ 23 വർഷം കൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റിയെടുത്തത്. ആ പ്രവാചകന്റെ ജീവിതം മുഴുവൻ ലോകത്തിനുള്ള സന്ദേശമാണ്. ഇലാ യൗമിൽ ഖിയാമ, ലോകം അവസാനിക്കുന്ന ആ നിമിഷം വരെയുള്ള ലോകത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് ആ പ്രവാചകന്റെ ജീവിതമാണ് സന്ദേശം. ആ പ്രവാചകനെ പരിചയപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നില്ലേ? വമാ അർസൽനാക ഇല്ലാ കാഫതൽ ലിന്നാസി ബശീറൻ വനദീറാ. ലോകർക്ക് മുഴുവൻ സമാധാനത്തിൻ്റെ ദൂതനായി നിയോഗിക്കപ്പെട്ടവനാണ് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അദ്ദേഹം നുബുവത്തിൻ്റെ സീല് വെക്കപ്പെട്ട ഏറ്റവും അവസാനത്തെ ദൂതനാണെന്നും ഖാത്തമുൻ നബിയീൻ. വമാ മുഹമ്മദുൻ അഹദും മിൻ റിജാലിക്കും. നിങ്ങളുടെ ഒരാളുടെയും പിതാവല്ല മുഹമ്മദ്, മറിച്ച് വഖാത്തമുൻ നബിയീൻ, അദ്ദേഹം അവസാന ദൂതനാണെന്ന് വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവൻ സമാധാനത്തിൻ്റെ ദൂതനായിട്ടാണ് അങ്ങയെ നിയോഗിച്ചിരിക്കുന്നതെന്നും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിൻ്റെ ഉടമയാണെന്ന് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് ആ പ്രവാചകനിൽ ഏറ്റവും ഉത്തമവും ഉദാർത്തവുമായ മാതൃകയുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും ഒരു വ്യക്തി എന്ന നിലക്ക്, ഒരു പേഴ്സണാലിറ്റി എന്ന ഒരു പേഴ്സൺ, ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമ എന്ന നിലക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഒരു പിതാവെന്ന നിലക്ക്, ഒരു വല്യുപ്പ എന്ന നിലക്ക്, ഒരു നല്ല അയൽവാസിയായി, നല്ല ഭാര്യാപിതാവായിക്കൊണ്ട്, നല്ല പിതാമഹനായിക്കൊണ്ട്, നല്ല കൂട്ടുകാരനായിക്കൊണ്ട്, നല്ല നാട്ടുകാരനായി, നല്ല ഭരണാധികാരിയായി, ഇങ്ങനെ പ്രവാചകൻ ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലകളിൽ ഇടപെട്ടുവോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലകളിൽ മുഴുകിയോ അവിടെയെല്ലാം നല്ലതെന്ന പേര് മാത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കേൾപ്പിച്ചിട്ടുള്ളത്. ഒരേ സമയത്ത് 9 ഭാര്യമാർക്കിടയിൽ നീതി പുലർത്തിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് സ്മരിക്കാനുള്ളത്. ആ പ്രവാചകന്റെ ജീവിതമാണ് നമുക്കുള്ള സന്ദേശം. ആ പ്രവാചകന്റെ ജീവിതമാണ് നമുക്ക് ഉൾക്കൊള്ളാനുള്ള നമ്മുടെ സന്ദേശം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പ്രവാചകന്റെ ജീവിതം മുഴുവൻ ഭാര്യയോടും മക്കളോടും കുടുംബത്തോടും നാട്ടുകാരോടും കൂട്ടുകാരോടും ഇങ്ങനെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും മാതൃകയായ ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ പ്രവാചകനെ അടുത്ത് അറിഞ്ഞവർ മുഴുവൻ ആ പ്രവാചകന് ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണെന്ന് സർട്ടിഫിക്കറ്റ് നൽകിയ ചരിത്രം നമുക്ക് കാണാം. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും ചൂടും ചൂരും അറിയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യമാരാ, അദ്ദേഹത്തിൻ്റെ കുടുംബമാണ്. ഒരേ സമയത്ത് 9 ഭാര്യമാർക്കിടയിൽ തുല്യ നീതി പുലർത്തിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച്, അദ്ദേഹത്തെക്കുറിച്ച് മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടപ്പോൾ അവർ പറയുകയാണ്, കാന ഖുലുഖുഹു അൽ ഖുർആൻ,
ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുലുഖ്, ആ പ്രവാചകന്റെ സ്വഭാവം എന്നുള്ളത് വിശുദ്ധ ഖുർആനായിരുന്നു. പ്രവാചകന്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നു, അദ്ദേഹത്തിൻ്റെ സ്വഭാവം തന്നെ ഖുർആനായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ സന്ദേശത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, പ്രവാചകന്റെ സന്ദേശത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നു അദ്ദേഹത്തിൻ്റെ ഖുലുഖ് ഖുർആനായിരുന്നെന്ന് പറയുമ്പോൾ, നമ്മുടെയൊക്കെ ഖുലുഖ് എന്താണെന്ന് നമ്മൾ ആലോചിക്കണം. പ്രവാചകന്റെ ചരിത്രം വെറുതെ ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ ഒഴിവാക്കിക്കളയാനുള്ളതല്ല, മറിച്ച് ജീവിതത്തിൽ പുലർത്താൻ നമുക്ക് കഴിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഭാര്യയായ സഫിയ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബിയേക്കാൾ, അഷ്റഫുൽ ഖൽക്കായ മുഹമ്മദ് നബിയേക്കാൾ ഏറ്റവും ഉത്തമമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മഹരിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നു, അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ ഭാര്യമാരെ പോലും അദ്ദേഹം തൻ്റെ കൈകൊണ്ട് നോവിച്ചിട്ടില്ല. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദേഹത്തിന് നീണ്ട 10 വർഷക്കാലത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയായി പ്രവാചകന്റെ കൂടെ സദാസമയവും ചിലവഴിച്ച അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ 10 വർഷത്തെ പ്രവാചക സേവനത്തിൽ ഒരിക്കൽ പോലും എന്നോട് ചെയ്യുന്ന വാക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ല. എന്നോട് മറുത്തൊരു വാക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ല. നീ എന്തുകൊണ്ടത് അങ്ങനെ ചെയ്തു, നീ എന്തുകൊണ്ടത് അങ്ങനെ ചെയ്തില്ല എന്നൊരു മറുത്ത വാക്കുപോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സേവനമനുഷ്ഠിച്ച അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ആലോചിക്കണം. നമ്മുടെ കീഴെ ജോലി ചെയ്യുന്നവരുണ്ട്, നമ്മുടെ മുകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, നമ്മുടെ വീടുകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, നമ്മുടെ നാടുകളിൽ നമുക്ക് കീഴെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവരോടൊക്കെയുള്ള നമ്മുടെ സമീപനങ്ങൾ ഏത് രൂപത്തിലായിരിക്കണം? നമ്മുടെ ഭാര്യമാരോടുള്ള നമ്മുടെ സമീപനം ഏത് രൂപത്തിലായിരിക്കണം? നമ്മുടെ കൂട്ടുകാരോടുള്ള, നമ്മുടെ നാട്ടുകാരോടുള്ള നമ്മുടെ സമീപനങ്ങൾ ഏത് രൂപത്തിലായിരിക്കണം? എവിടെയും പ്രവാചകന്റെ ജീവിതത്തിൽ നിന്നുള്ള സന്ദേശങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം, അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്തിന്റെ റിസാലത്തിന്റെ സന്ദേശവുമായി കടന്നു വരുന്ന ആ സമയം വരെ, യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വറുജ്സ ഫഹ്ജുർ. സൂറത്തുൽ മുദ്ദസിറിലെ ആ വചനങ്ങൾ അവതരിച്ചുകൊണ്ട് പരസ്യ പ്രബോധനത്തിന് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയുണ്ടായ സമയത്ത് സ്വഫാ കുന്നിന്റെ മുകളിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കുടുംബക്കാരെയും നാട്ടുകാരെയും വിളിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ല, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണെന്ന് സാക്ഷ്യപ്പെടുത്തിയ ആ സമയം വരെ മക്കയിലെ ജനങ്ങൾക്ക് മുഴുവൻ അൽ അമീനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്തും വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ. മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു അൻഹ അവരുടെ 40-ാമത്തെ വയസ്സിൽ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് പ്രവാചകന്റെ 1ാമത്തെ ഭാര്യയായി കടന്നു വരുന്ന ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ തൻ്റെ കച്ചവട ജീവിതത്തിൽ പുലർത്തിയ മാന്യതയും ആ ഒരു സൽസ്വഭാവവുമാണ് മക്കയിലെ കുലീനയായ ഖദീജ റളിയല്ലാഹു അൻഹയെ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് കൂട്ടുന്നത്. എവിടെയാ പ്രവാചകന്റെ ജീവിതത്തിൽ മാതൃകയില്ലാത്ത പ്രിയപ്പെട്ടവരെ? അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഹിർക്കൽ രാജാവിൻ്റെ കൊട്ടാരത്തിൽ പോയി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, സ്വന്തം കാര്യത്തിനു പോലും കളവ് പറയാത്തവനാണ് മുഹമ്മദ്. ശത്രുക്കൾ പോലും അംഗീകരിച്ച നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നില്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ? ഇസ്ലാമിൻ്റെ 1ാമത്തെ കാലഘട്ടത്തിൽ, രഹസ്യപ്രബോധന കാലഘട്ടത്തിൽ മക്കയിലെ മുശ്രിക്കുകളുടെ പീഡനങ്ങൾ സഹിക്കവയ്യാതെ, മക്കയിലെ മുസ്ലിങ്ങൾക്ക് നേരെയുള്ള അത്തരത്തിലുള്ള ക്രൂരമായ മർദ്ദനങ്ങൾ സഹിക്കവയ്യാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുമതിയോടുകൂടി ഒരു വിഭാഗം ജനങ്ങൾ, മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനെ പോലെയുള്ള ആളുകൾ അബീസീനയിലേക്ക്, എത്യോപ്യയിലേക്ക് ഹിജറ പോയ ചരിത്രം. 2ാമത്തെ തവണയും ഹിജറ പോയ സമയത്ത് മക്കയിലെ മുശ്രിക്കുകൾ വലിയ വലിയ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ഈ രാജാവിന് സമ്മാനമായി നൽകിക്കൊണ്ട്, നജ്ജാശി രാജാവിന് സമ്മാനമായി നൽകിക്കൊണ്ട്
ആളുകളയക്കണം, അവരെ തിരിച്ചയക്കണം. അവിടെയാണ് നജ്ജാശി രാജാവ് ചോദിക്കുന്നത്, എന്താണ് ഇവരെ തിരിച്ചുകൊണ്ടുപോകാൻ നിങ്ങൾ വരാനുള്ള പ്രശ്നം, എന്താണ് കാരണം? അവിടെ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ആരേക്ക്? നജ്ജാശി രാജാവിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുക. ഒന്നുമല്ലാതിരുന്നൊരു സമൂഹമായിരുന്നു ഞങ്ങൾ, പരസ്പരം പോരടിച്ചിരുന്നവരായിരുന്നു ഞങ്ങൾ. ഞങ്ങളിൽ പലർക്കും വ്യഭിചരിക്കാതെ ഒരു ദിവസം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നില്ല. അത്തരത്തിലുള്ള ഞങ്ങളൊരു സമൂഹമായിരുന്നു. വ്യഭിചാരത്തിൻ്റെ വിഷയത്തിൽ മാതാവിനെയോ പിതാവിനെയോ അതല്ലെങ്കിൽ സ്വന്തം പെങ്ങളെയോ ഭാര്യയെപ്പോലും തിരിച്ചറിയാൻ, മക്കളെപ്പോലും തിരിച്ചറിയാൻ കഴിയാത്തൊരു സമൂഹമായിരുന്നു ഞങ്ങൾ. ആ ഞങ്ങളിലേക്കാണ് ഞങ്ങളിൽ നിന്ന് തന്നെയുള്ളൊരു ദൂതൻ കടന്നു വരുന്നത്. ആ ദൂതനാണ് ഞങ്ങളിൽ മാറ്റം വരുത്തിയത്. ആലോചിച്ചു നോക്കണം. ഇസ്ലാമിൻ്റെ മദീന കാലഘട്ടത്തിലൊരു സംഭവം അറിയാം നമുക്ക്. എന്താ സംഭവം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യമാമയിലെ ഭരണാധികാരിയായ സുമാമത്ത് ബിൻ ഉസാലിനൊരു കത്തയക്കുകയാണ്. ഇസ്ലാം സ്വീകരിക്കണം, സുമാമ നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ മെസ്സേജ് കിട്ടിയ ആ സുമാമ ആ മെസ്സേജുകൾ കീറിപ്പറിച്ചെറിഞ്ഞ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കണം, ഇസ്ലാമിനെ കുറിച്ച് അന്വേഷിക്കണം, എന്തൊക്കെയാണെന്ന് നിലപാടുകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി മദീനയിലേക്ക് കടന്നു വരികയാണ്, അറിയാതെ രഹസ്യമായിട്ട്. അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംഗരക്ഷകരുടെയൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിൽ എത്തിപ്പെടുകയാണ്. ആര്? സുമാമത്ത് ബിൻ ഉസാൽ ഒരു തടവ് പുള്ളിയായിട്ട് പിടിക്കപ്പെടുകയാണ്. അങ്ങനെ സുമാമയെ, യമാമയിലെ ഭരണാധികാരിയായ സുമാമയെ പ്രവാചകന്റെ മദീനത്തെ പള്ളിയിൽ കെട്ടിയിട്ടു. പ്രവാചകൻ കൂടെയുള്ള സഹാബികളോട് ചോദിച്ചു, ആ കെട്ടിയിട്ട ആൾ ആരാ നിങ്ങൾക്കറിയോ? യമാമയിലെ ഭരണാധികാരി സുമാമത്ത് ബിൻ ഉസാലാണത്, അതുകൊണ്ട് അദ്ദേഹത്തെ നിങ്ങൾ ആദരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ഒട്ടകത്തെ കറന്നും സ്വന്തം വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുത്തും ആ തടവുകാരനായ സുമാമയെ ആദരിച്ചു. ഇടയ്ക്ക് പ്രവാചകൻ വന്നിട്ട് പറയും, നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ്, നിങ്ങൾ സാക്ഷ്യം വഹിക്കണം. കേൾക്കാനും വഴങ്ങാനും ഇസ്ലാം സ്വീകരിക്കാനും സുമാമ റെഡിയായില്ല. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ വിട്ടയച്ചു. ഒന്നും പറയാതെ പ്രവാചകന്റെ മദീനത്തെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയ സുമാമത്ത് ബിൻ ഉസാൽ മദീനയുടെ അതിർത്തി പ്രദേശത്തിലേക്ക് എത്തി. അവിടുന്ന് തിരിച്ചു വരികയാണ്. പ്രവാചകന്റെ മദീനത്തെ പള്ളിയിൽ കടന്നു വന്നിട്ട് പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്നും അങ്ങ് അല്ലാഹുവിൻ്റെ ദൂതനാണെന്നും ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. എന്നിട്ട് സുമാമത്ത് ബിൻ ഉസാല് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നൊരു വാക്കുണ്ട്, അല്ലാഹുവിൻ്റെ റസൂലേ, അല്ലയോ മുഹമ്മദ് നബിയെ, അങ്ങയുടെ പേരിനേക്കാൾ അങ്ങയേക്കാൾ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ഒരു മനുഷ്യൻ ഈ ലോകത്ത് വേറെ ഉണ്ടായിരുന്നില്ല. അങ്ങയുടെ ഈ മദീനയേക്കാൾ, അങ്ങയുടെ ഈ പട്ടണത്തേക്കാൾ എനിക്ക് വെറുപ്പുള്ള മറ്റൊരു പട്ടണവും ഇല്ലായിരുന്നു. പക്ഷേ ഇന്നിതാ അങ്ങയേക്കാൾ എനിക്കിഷ്ടമുള്ള മറ്റൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയില്ല. ഇന്നിതാ അങ്ങയുടെ ഈ പട്ടണത്തേക്കാൾ എനിക്കിഷ്ടമുള്ള മറ്റൊരു പട്ടണമില്ല. പ്രവാചകരെ ആലോചിച്ച് നോക്ക്, ഒരു തടവ് പുള്ളിയായി കടന്നു വന്ന സുമാമത്ത് ബിൻ ഉസാൽ തിരിച്ചു പോകുന്നത് ഇസ്ലാമിൻ്റെ സന്ദേശവുമായി കൊണ്ട്. എവിടെയാണ് പ്രവാചകൻ്റെ ജീവിതത്തിൽ ആ സന്ദേശം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നത്? ഒരു തടവുകാരനോട്, ശത്രുവായ ഒരു തടവുകാരനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ച നിലപാട്. ബദറിൻ്റെ ചരിത്രം എത്രയോ തവണ കേട്ടവരാ നമ്മൾ. ബദറിൻ്റെ രണാങ്കണ ഭൂമിയിൽ പിടിക്കപ്പെട്ട തടവുകാരെ, മക്കയിലെ മുശ്രിക്കുകളെ, ഇസ്ലാമിൻ്റെ ആ ഒന്നാമത്തെ കാലഘട്ടത്തിൽ, രഹസ്യപ്രബോധന കാലഘട്ടത്തിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തിലെ 13 വർഷത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബികളുടെയും മക്ക കാലഘട്ടം വായിക്കുമ്പോൾ, അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ അറിയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കണ്ണിൽ നിന്ന് കണ്ണീര് വന്നിട്ടില്ലെങ്കിൽ അവൻ്റെ മനസ്സിൽ ഈമാനില്ല എന്ന് പറയാൻ പറ്റും നമുക്ക്. അത്രയ്ക്ക് രേഖപ്പെട്ട് കിടക്കുന്ന ചരിത്രം. ഇസ്ലാമിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ, ആ പ്രയാസപ്പെടുത്തിയ മുശ്രിക്കുകളെയാണ് ബദറിന്റെ രണാങ്കണ ഭൂമിയിൽ നിന്ന് പിടിക്കപ്പെട്ടപ്പോൾ ചില നിസാരമായ വ്യവസ്ഥകളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ
തടവ് മോചിപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കണം. പ്രവാചകൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശങ്ങളാണ്, കാരുണ്യത്തിൻ്റെ സന്ദേശമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. എവിടെയും ഒരു ജീവിതത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്ക്. നുബുവത്തിൻ്റെ സന്ദേശം ഹിറാ ഗുഹയിൽ നിന്ന് ജിബ്രീൽ മാലാഖ മുഖേന പ്രവാചകന് കിട്ടിയ സന്ദർഭം, ദമ്മിലൂനി യാ ഖദീജ, ദമ്മിലൂനി ദമ്മിലൂനി, ഖദീജ എന്നെ ഒന്ന് പുതപ്പിക്ക്, എനിക്കാകെ വറക്കുന്നു, എനിക്കെന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു. അവിടെയാണ് ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകനെ സമാശ്വസിപ്പിക്കുകയാണ്. എന്തിനങ്ങ് ഭയക്കുന്നത്? എന്തിനങ്ങ് ഭയക്കുന്നത്? അങ്ങയെ അള്ളാഹു ഒരിക്കലും പ്രയാസപ്പെടുത്തുകയില്ല. കാരണം അങ്ങ് പാപങ്ങളുടെ വേദന അറിയുന്നവനാണ്, കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നവനാണ്, സൽപ്രവർത്തനങ്ങളിൽ മുഴുകുന്നവനാണ്. ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായ അങ്ങയെ ഒരിക്കലും അള്ളാഹു പ്രയാസപ്പെടുത്തുകയില്ല എന്ന് സ്വന്തം ഭാര്യ ആശ്വസിപ്പിക്കുകയാണ്. ആ ഒരു സർട്ടിഫിക്കറ്റ്, രഹസ്യവും പരസ്യവുമായ മുഴുവൻ ജീവിതത്തിലും പ്രവാചകൻ നൽകിയ മെസ്സേജുകൾ, അത് പ്രവാചകൻ്റെ ജീവിതമായിരുന്നു. പ്രവാചകൻ്റെ ഒരൊറ്റ ഭാര്യമാരു പോലും പ്രവാചകൻ്റെ കാര്യത്തിൽ അതൃപ്തരായിട്ടില്ല. ആലോചിച്ച് നോക്ക്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ സംഭവം നമുക്കറിയാം. മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഭക്ഷണത്തിൻ്റെ തളികയുമായി കടന്നു വരികയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക്. എത്രയോ തവണ നമ്മൾ കേട്ടതാണെങ്കിലും പ്രിയപ്പെട്ടവരെ, അതൊക്കെ വായിക്കുമ്പോൾ ആലോചിച്ച് നോക്ക്. മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണവും കഴിച്ച് കടന്നു വരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു അതൃപ്തി തോന്നുകയാണ് ആർക്ക്? മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹക്ക്. പ്രവാചകൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ പാത്രം തെറിപ്പിക്കുകയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. മറുത്തൊരു വാക്കുപോലും പറയാതെ കുനിഞ്ഞിരുന്ന് താഴേക്ക് വീണ ആ ഭക്ഷണ പദാർത്ഥങ്ങൾ പെറുക്കിയെടുക്കുന്നു. താഴെ ചിന്നിച്ചിതറിപ്പോയ മൈമൂന റളിയല്ലാഹു അൻഹയുടെ ആ പാത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ പെറുക്കിയെടുത്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ പാത്രം അത് മൈമൂനാൻ്റെ നീ വേറെ വാങ്ങിക്കൊടുത്തേക്ക്. മറ്റൊരു വർത്തമാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പറയുന്നില്ല. പൊട്ടിക്കരയുകയാണ് ഖദീജ ആയിഷ റളിയല്ലാഹു അൻഹ. ആലോചിച്ച് നോക്ക്. ആ ഒരു മൗനത്തിലൂടെ അത്തരത്തിലൊരു സാഹചര്യമൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിലാണ് വരികയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മളൊക്കെ ചിലപ്പോൾ പറയും, ഓ മുഖമടക്കി ഒന്ന് തന്നിരുന്നെങ്കിൽ ഇത്ര സങ്കടം ഉണ്ടാവില്ലായിരുന്നു. ആ ഒരു മൗനം വല്ലാതെ പ്രയാസപ്പെടുത്തുന്നു അല്ലേ? ആ ഒരു മൗനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അത്രയ്ക്ക് ദേഷ്യം വന്നൊരു സാഹചര്യത്തിൽ പോലും തൻ്റെ ഭാര്യയോട് ആ രൂപത്തിൽ പെരുമാറിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, മക്കൾക്കിടയിൽ നീതി പുലർത്തിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ്, പക്ഷേ ആ ഫാത്തിമയാണെങ്കിലും കളവ് നടത്തുന്നത് ഫാത്തിമയാണെങ്കിലും ആ ഫാത്തിമയുടെ കൈ ഞാൻ വെട്ടുമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എൻ്റെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ എങ്ങാനും കട്ടെടുത്താൽ അവളുടെ കൈ പോലും ഞാൻ ഖണ്ഡിക്കുമെന്ന് പ്രഖ്യാപിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ സന്ദേശങ്ങൾ പ്രിയപ്പെട്ടവരെ ഒരിക്കലും മറക്കാൻ കഴിയുമോ നമുക്ക്? പെൺമക്കൾ ശകുനമായി കണ്ടിരുന്നൊരു കാലഘട്ടം, പ്രവാചകൻ റിസാലത്തിൻ്റെ സന്ദേശവുമായി കടന്നു വരുന്ന ആ കാലഘട്ടത്തിൽ പെൺകുട്ടികളെന്ന് ശകുനമായി കാണുന്നൊരു കാലഘട്ടം. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഭാര്യയുടെ വയറ്റിലുള്ളത് വളരുന്നത് ഒരു ഭ്രൂണമാണെന്നറിയുമ്പോൾ അതിനെ വയറ്റിൽ വെച്ച് തന്നെ കൊല്ലുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാലഘട്ടത്തിൽ ജനിച്ചു വീണ ശേഷം ആണാ പെണ്ണാ എന്നറിയാൻ പറ്റുക. ജനിച്ചു വീണത് പെണ്ണാണെങ്കിൽ ആ പെൺകുഞ്ഞിനെ ജീവനോടുകൂടി കുടിച്ചു മൂടിയുന്നൊരു കാലഘട്ടം. അവിടെയാണ് റുഖിയ റളിയല്ലാഹു അൻഹയെയും സൈനബ് റളിയല്ലാഹു അൻഹയെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയെയും തുടങ്ങുന്ന പ്രവാചകൻ്റെ പെൺമക്കളെ വളർത്തിക്കൊണ്ട് പ്രവാചകൻ മാതൃകയാവുകയാണ്.
ഒരിക്കലും പെൺകുട്ടികളൊരു പരീക്ഷണമല്ല, ശകുനമല്ല എന്ന് പഠിപ്പിച്ച നീതിയുടെ പ്രവാചകന്റെ ചരിത്രം അല്ലേ? ഇസ്ലാമിക ലോകത്തിൻ്റെ ഒന്നാമത്തെ വ്യക്തിയായി, ഇസ്ലാമിക ലോകത്തിൻ്റെ തലവനായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ജീവിക്കുന്ന കാലഘട്ടം. പ്രവാചകൻ തൻ്റെ കരളിൻ്റെ കഷ്ണമെന്ന് വിശേഷിപ്പിച്ച മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഭർത്താവ് അലി റളിയല്ലാഹു അൻഹു ജോലിയെടുത്ത് പ്രയാസപ്പെട്ടു. ആര്? ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഉപ്പാട് വന്ന് പരാതി പറഞ്ഞു, ഉപ്പ പ്രയാസാണ്, നിങ്ങളെന്ത് ചെയ്യേ, നിങ്ങൾക്ക് യുദ്ധത്തിൽ അനീമത്ത് സ്വത്തായി കിട്ടിയൊരു അടിമല്ലേ, എനിക്കൊരു അടിമയെ തരണം, എനിക്ക് ജോലി എടുക്കാൻ വയ്യ ഉപ്പ. മറുപടി പറയാതെ തിരിച്ചയച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ട് ആ ദിവസം രാത്രി തൻ്റെ മകനും തൻ്റെ മകളും മരുമകനും ഉറങ്ങുന്ന അവരുടെ വീട്ടിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറി ചെല്ലുന്നു. ഉറങ്ങാൻ റെഡിയായി നിൽക്കുന്ന അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും റൂമിലേക്ക് പോയി അവരുടെ കട്ടിൽ അവരുടെ ഇരുവരെയും ചേർത്തിരുത്തിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നു, ഫാത്തിമായ അലി, അല്ലയോ ഫാത്തിമ, അല്ലയോ അലിയെ, നിങ്ങൾ ചോദിച്ചതിനേക്കാൾ ഉത്തമമായൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് നാം അറിയിച്ചു തരട്ടെയോ? എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് 33 തവണ പറയണം, അൽഹംദുലില്ലാഹ് 33 തവണ പറയണം, അല്ലാഹു അക്ബർ 34 തവണ പറയണം. അത് നിങ്ങൾക്ക് നിങ്ങൾ ചോദിച്ചതിനേക്കാൾ ഉത്തമമായത് നൽകുമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതേ ആ പ്രവാചകന്റെ ജീവിതത്തിൽ തന്നെ മറ്റൊരു സംഭവം കാണാം നമുക്ക്. ആ പ്രവാചകന്റെ വലിയ നല്ല സ്നേഹത്തിന്റെ ജോഡികളായിരുന്നു, സ്നേഹത്തിന്റെ ഉദാഹരണങ്ങളായിരുന്നു. പ്രണയ സാഫല്യത്തിൻ്റെ ഏറ്റവും വലിയ വൈവാഹിക ജീവിതത്തിലെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളായിരുന്നു മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും ഫാത്തിമ റളിയല്ലാഹു അൻഹയും. പക്ഷേ എവിടെയും ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് പോലെ ഇവരുടെ ജീവിതത്തിൽ എന്തോ ഒരു ചെറിയ പ്രശ്നങ്ങൾ. അലിയും ഫാത്തിമയും തമ്മിൽ പിണങ്ങി. അലി റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടാണ്ട് പ്രവാചകന്റെ മദീനത്തെ പള്ളിയിൽ പോയി കിടന്നു. വലിയ വിഷമത്തിൽ കിടന്നുറങ്ങുകയാണ് അലി റളിയല്ലാഹു അൻഹു. വിവരമറിഞ്ഞു അമ്മോശാങ്കയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരമറിഞ്ഞു. എന്നിട്ട് പ്രവാചകന്റെ മദീനത്തെ പള്ളിയിലേക്ക് കടന്നു വന്നു. ടൈല് വിരിച്ചിട്ടില്ലാത്ത, കാർപ്പറ്റില്ലാത്ത, മാർബിളും മൊസൈക്കുമില്ലാത്ത പ്രവാചകന്റെ മണൽ വിരിച്ച പ്രവാചകന്റെ മദീനത്തെ പള്ളിയിൽ ആ വെറും മണലിൽ കിടക്കുന്ന അലി റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാ അബത്തുറാബ്, പോ, വീട്ടിലേക്ക് പോ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, എത്ര മാന്യമായ സമീപനം. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു, പ്രവാചകന്റെ പേരക്കുട്ടി അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും പൊന്നോമന പുത്രന്മാരിൽ ഒരാൾ ഹസൻ റളിയല്ലാഹു അൻഹു. ബൈത്തുൽ മാലിൽപ്പെട്ട ഒരു കാരക്കയുടെ ചീളെടുത്ത് വായിലേക്കിട്ടപ്പോൾ അഹ്ലുബൈത്തിന് ഇത്തരത്തിലുള്ള സ്വതക്കയുടെ ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്ന് നിനക്കറിയില്ലേ എന്ന് പറഞ്ഞ് സ്നേഹത്തോടുകൂടി തൻ്റെ പേരക്കുട്ടിയുടെ വായിലേക്ക് വിരലിട്ട്, തുപ്പട മോനെ തുപ്പ്, അത് നമുക്ക് ഹലാലല്ല എന്ന് പറഞ്ഞ് ഒരു പിഞ്ചുകുട്ടിയെപ്പോലും ഹലാലും ഹറാമും പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം. എവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് മാതൃകയില്ലാത്തത്? എവിടെയും പ്രവാചകൻ വിട്ടുവെച്ചു പോയത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെയുള്ള സന്ദേശമാണ്. ഞാൻ എവിടെയെങ്കിലും ഇരുന്ന്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് പോലെ ഒരു നാട്ടിൽ നാലാളുകൾക്കിടയിൽ ഫേമസ് ആയി കഴിഞ്ഞാൽ, ശാസ്ത്രരംഗത്തോ സാമൂഹിക രംഗത്തോ രാഷ്ട്രീയ രംഗത്തോ ഫേമസ് ആയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ കുത്തിയിരുന്ന് കുറച്ച് വയസ്സാകുമ്പോൾ വീട്ടിൽ കുത്തിയിരുന്നിട്ട് ആരെങ്കിലും എഴുത്തുകാരനെ വിളിച്ചിട്ട് ആത്മകഥ എഴുതിയ വ്യക്തിയല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സംഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഇടപാടുകൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഇടപെടലുകൾ, അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശങ്ങൾ. ആലോചിച്ചൊക്കെ, പ്രവാചകന്റെ മദീനത്തെ പള്ളി അടിച്ചുവാരിയിരുന്നൊരു സ്ത്രീ,
മരിച്ചു. പ്രവാചകൻ അറിഞ്ഞില്ല. 1-2 ദിവസം അടിച്ചു വരാൻ ഈ സഹോദരിയെ കാണാണ്ടായപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് ചോദിച്ചു, എന്തേ ആ അടിച്ചു വാരിയിരുന്ന ആ സഹോദരിയെ കാണുന്നില്ലല്ലോ? സ്വഹാബികൾ പറഞ്ഞു, പ്രവാചകരെ, അവർ മരിച്ചു, ഞങ്ങൾ അവരെ കൊണ്ടുപോയി മറവ് ചെയ്തു. പ്രവാചകൻ പറഞ്ഞു, പ്രവാചകൻ സങ്കടപ്പെട്ടു, അതുപോലെ തന്നെ കോപിക്കപ്പെട്ടു എന്ന് കാണാം. എന്തുകൊണ്ട് നിങ്ങൾ എന്നെ അറിയിച്ചില്ല? കൊണ്ടുപോ അവരുടെ കബറിൻ്റെ അടുക്കലേക്ക് എന്ന് പറയുകയും എന്നിട്ട് അവരുടെ കബറിനരികിൽ പോയി അവർക്ക് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചുവെന്നും നമസ്കരിച്ചുവെന്നും ചരിത്രം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആലോചിച്ചു നോക്ക്. പള്ളി അടിച്ചു വാരുന്ന ഒരു സ്ത്രീയോട് പോലും ഈ രൂപത്തിൽ ഇടപഴകിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എവിടെയാ പ്രിയപ്പെട്ടവരെ പ്രവാചകനെ സ്നേഹിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന നമ്മൾ, പ്രവാചകനെ പിൻപറ്റുന്നു എന്ന് അവകാശപ്പെടുന്ന നമ്മൾ എവിടെയാണ്? ജീവിതത്തിൻ്റെ ഏത് മേഖലയിലാണ് പ്രവാചകൻ കാണിച്ചു തന്ന സന്ദേശത്തിൻ്റെ വഴികളിലൂടെ ജീവിതത്തെ ത്വരിതപ്പെടുത്താൻ, ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ, ജീവിതത്തിൻ്റെ ഗതി മാറ്റിയെടുക്കാൻ നമുക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതെന്ന് നമ്മൾ ആലോചിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അയൽവാസിയായ ഒരു ജൂതൻ, ആ ജൂതൻ്റെ പൊന്നോമന പുത്രൻ അസുഖം ബാധിച്ചുകൊണ്ട് മരണമാസന്നമായി കിടക്കുകയാണ്. ആ സമയത്ത് ആ വീട്ടിലേക്ക് ജൂതനായ അയൽവാസിയായ ജൂതൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുഞ്ഞിനെ സന്ദർശിക്കുകയാണ്. എന്നിട്ട് ആ കുഞ്ഞിനോട് പറയുന്നു, മോനെ, നീ ഇസ്ലാം സ്വീകരിക്കടാ, നീ ഷഹാദത്ത് ചൊല്ലടാ എന്ന് പറയുന്ന സമയത്ത് ആ കുഞ്ഞിൻ്റെ മാതാവ് പറയുന്നു, മോനെ, നീ അബുൽ ഖാസിമിനെ അനുസരിക്കടാ. എന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് ആ കുഞ്ഞ്, ജൂതന്റെ കുട്ടി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്തിന്റെ കലിമ ഉച്ചരിക്കുകയാ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കണം. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ലെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എവിടെയും പ്രവാചകന്റെ ജീവിതത്തിലെ മാതൃകകൾ മാത്രമാണ് നമുക്കുള്ളത്. ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. പ്രവാചകന്റെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ളത് ഏറ്റവും ഉത്കൃഷ്ടമായ നല്ല സന്ദേശങ്ങളാണ്, നല്ല മാതൃകകളാണെന്ന് പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ മറ്റൊരായത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ കബുറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ എന്തിനാണ് പറയുന്നത് മാ ലാ തഫ്അലൂൻ? നിങ്ങൾ പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ എന്തിനാ നിങ്ങൾ മറ്റുള്ളവരോട് പറയുന്നത്? കബുറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ. പ്രവർത്തിക്കാത്തത് പറയുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഭയാനകമായ ശിക്ഷയുണ്ടെന്ന് പഠിപ്പിക്കുന്നു. ഇത് വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്തിനാണ് ഈ ആയത്ത് പഠിപ്പിച്ചതെന്നറിയോ പ്രിയപ്പെട്ടവരെ? നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു കാര്യമാണ്, നമ്മളെന്ത് ചെയ്യും? മറ്റുള്ളവരെ അങ്ങനെ ചെയ്തൂടെ, ഇങ്ങനെ ചെയ്തൂടെ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കും, അല്ലേ? നന്മ കൽപ്പിക്കും. പക്ഷേ ആ നന്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, ഉപദേശിക്കുന്ന കാര്യങ്ങൾ, അത് സ്വന്തം ജീവിതത്തിൽ പുലർത്തി മാതൃക കാണിച്ചു തന്നവരായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഏറ്റവും നല്ല അധ്യാപകൻ, ഏറ്റവും നല്ല മാതൃകാ പുരുഷൻ. ആലോചിച്ചു നോക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നിന്ന് മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയും ബിലാൽ ഇബ്നു റവാഹ് റളിയല്ലാഹു അൻഹയും പഠിപ്പിക്കുന്നൊരു ചരിത്രമുണ്ട്. ഏതാ സംഭവം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ദീർഘമായി നിന്ന് നമസ്കരിക്കുകയാണ്. ദീർഘമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്ന് നമസ്കരിക്കുന്നു. തക്ബീർ കിട്ടും, ഫാത്തിഹ ഓതും, ദീർഘമായി ഖുർആൻ പാരായണം ചെയ്യും. കരഞ്ഞ് പാരായണം ചെയ്ത് നിന്ന് നമസ്കരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ നമസ്കാരം എത്രത്തോളം നീണ്ടുവെന്നറിയുമോ? മഹാനായ ബിലാൽ ഇബ്നു റവാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, സുബ്ഹിന് ബാങ്ക് വിളിക്കാൻ വേണ്ടി ഞാൻ കടന്നു വന്നപ്പോൾ ഞാൻ കേൾക്കുന്നത് പ്രവാചകന്റെ തേങ്ങലുകളാണ്. ബാങ്ക് വിളിക്കാൻ മദീനത്തെ പള്ളിയിലേക്ക് കടന്നു വന്ന ഞാൻ കേൾക്കുന്നത് പ്രവാചകന്റെ ഏങ്ങിയുള്ള കരച്ചിലുകളാണ്. എന്നിട്ട് ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു,
മറ്റൊരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹയാണ് പറയുന്നത്, എന്തിനാ പ്രവാചകരെ ഇങ്ങനെ കാലിൽ നീര് വരുവോളം അങ്ങ് നിന്ന് നമസ്കരിക്കുന്നത്? എന്തിനാണ് ഇത്രയധികം പ്രയാസപ്പെടുന്നത്? വരാനിരിക്കുന്നതും കഴിഞ്ഞു പോയതുമായ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ടവനല്ലേ അങ്ങ്, എന്തിനാ അങ്ങ് ഇത്ര പ്രയാസപ്പെടുന്നത്? അവിടെയാണ് അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃകയാകുന്നത്. ഇവിടെ ചോദിക്കുകയാണ്, അഫലാ അകൂന അബ്ദൻ ശകൂറാ, അഫലാ അകൂന അബ്ദൻ ശകൂറാ. അല്ലയോ ആയിഷ, അല്ലയോ ബിലാലെ, ഞാൻ അല്ലാഹുവിന് നന്ദി ചെയ്യുന്ന ഏറ്റവും നല്ല അടിമയായി തീരേണ്ടതില്ലേ? ആലോചിച്ചു നോക്കണം. അഫലാ അകൂന അബ്ദൻ ശകൂറാ. എവിടെയാ പ്രിയപ്പെട്ടവരെ പ്രവാചകന്റെ ജീവിതത്തെ സ്വായത്തമാക്കാൻ, പ്രവാചകന്റെ ജീവിതത്തെ മാതൃകയാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളതെന്ന് നമ്മൾ ആലോചിക്കണം. തൻ്റെ മുമ്പിലിരിക്കുന്ന സ്വഹാബികൾക്ക് അവരെന്ത് ചോദിക്കുന്നുവോ തൻ്റെ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അതിന് മറുപടി നൽകുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തനിക്കറിവില്ലാത്ത കാര്യങ്ങൾ തൻ്റെ സ്വഹാബികൾ, തൻ്റെ അനുചരന്മാർ ചോദിച്ചാൽ അവിടെ അള്ളാഹുവിൻ്റെ വഹിയിൽ കാത്തു നിൽക്കുകയും പിന്നീട് അതിന് മറുപടി നൽകുകയും ചെയ്യുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ജിബ്രീലിൻ്റെ മുമ്പിൽ ഏറ്റവും നല്ല വിദ്യാർത്ഥിയായി മാതൃക കാണിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എവിടെയാ പ്രവാചകന്റെ ജീവിതം നമുക്ക് സന്ദേശമാക്കി സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് നമ്മൾ ആലോചിക്കണം. എവിടെയും പ്രവാചകൻ മാതൃകയാകുന്നു. ഖന്തക്കിൻ്റെ ചരിത്രം അറിയാത്തവരല്ലോ നമ്മൾ. മുസ്ലിം സമൂഹം ഇത്രയധികം പ്രയാസം സമിച്ചൊരു സന്ദർഭമാണ് ഖന്തക്കിൻ്റെ യുദ്ധവേള. മുസ്ലിങ്ങൾ ഭക്ഷണത്തിന് സാധനങ്ങളില്ലാതെ, പാനീയങ്ങളില്ലാതെ, ധാന്യങ്ങളില്ലാതെ, ഈത്തപ്പനകളില്ലാതെ പ്രയാസപ്പെടുന്നൊരു സമയത്ത് മദീനക്ക് ചുറ്റും കിടങ്ങു കുടിച്ചുകൊണ്ട് ശത്രുക്കളെ പ്രതിരോധിക്കുകയാണ്. ആ ശത്രുക്കൾക്ക് പ്രതിരോധിക്കുന്നതിന് വേണ്ടി മഹാനായ സഹാബി പറഞ്ഞു കൊടുത്ത ഒരു വിദ്യയായിരുന്നു മദീനക്ക് ചുറ്റും കിടങ്ങു കൊടുക്കുക. അപ്പോൾ ശത്രുക്കൾ എന്ത് ചെയ്യില്ല, സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത ഒരു ഐഡിയ ആയിരുന്നു അത്. എന്നിട്ട് പ്രയാസപ്പെടുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും കിടങ്ങു കുടിക്കുകയാണ്. ഭക്ഷണമില്ല, പാനീയമില്ല. ആ സമയത്താണ് അവരുടെ കൂടെ കിടങ്ങു വെച്ചുകൊണ്ടിരിക്കുക പ്രവാചകൻ. അപ്പോൾ കൂട്ടത്തിലൊരു സഹാബി വന്നിട്ട് തൻ്റെ വയറ്റത്ത് തൻ്റെ വസ്ത്രം നീക്കിയിട്ട് പ്രവാചകനോട് പറഞ്ഞു, നോക്കി പ്രവാചകരെ, വിശപ്പ് സഹിക്കവേ കഴിഞ്ഞിട്ട് ഞാനിവിടെ കല്ല് കെട്ടി വെച്ചേക്കുക. അവിടെയാണ് തൻ്റെ വയറ്റത്ത് തൻ്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രം നീക്കിയിട്ട് പ്രവാചകൻ പറഞ്ഞു, നീ ഒന്നല്ലേ കെട്ടിയിട്ടുള്ളതോ, ഞാൻ 2 എണ്ണം കെട്ടിയിട്ടുണ്ട്. ആലോചിച്ച് നോക്ക്. ഒരു ഭരണാധികാരി എന്ന നിലക്ക്, ഒരു നേതാവ് എന്ന നിലക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന മാതൃകകൾ. യാത്രാവേളകളിൽ മുസ്ലിം സമൂഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ യാത്ര പോകുമ്പോൾ എവിടെയെങ്കിലും ടെൻ്റ് അടിച്ചുകൊണ്ട് അവിടെ യാത്രക്ക് ഭക്ഷണം മറ്റും കഴിക്കുന്നതിന് വേണ്ടി വിശ്രമ വേളകൾ ഒരുക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വഹാബികളുടെ കൂടെ വിറകൊരുക്കുന്നതിന് വേണ്ടി, ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടി, വിറകൊരുക്കുന്നതിന് വേണ്ടി സ്വഹാബികളുടെ കൂടെ പോകാറുണ്ടായിരുന്നു. എവിടെയും പ്രവാചകന്റെ ജീവിതത്തിലെ മാതൃകകൾ. ബദറിന്റെ രണാങ്കണത്തിന് ഒരുങ്ങുന്നതിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈന്യത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം, സൈന്യത്തെ വരിക്ക് നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. അവിടെയും വലിയൊരു ചരിത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു. ബദറിൻ്റെ രണാങ്കണധ്വനി മുഴങ്ങി, നബിയും സ്വഹാബത്തും പടക്കൊരുങ്ങി. ബദറിൻ്റെ രണാങ്കണത്തിന് ധ്വനി മുഴങ്ങിയ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും അണിനിരക്കുകയാണ്. ആ അണിനിരക്കുന്നതിനിടയിൽ പ്രവാചകൻ സ്വഫ് ക്ലിയറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമസ്കാരത്തിന് പോലും സ്വഫ് ക്ലിയറാക്കാത്ത നമ്മൾ ഈ ചരിത്രം പഠിക്കണം. യുദ്ധത്തിന് പോകാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഫ് അടുപ്പിച്ച് നിർത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് മാറി നിന്ന സവാദ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു വടി കൊണ്ട് മെല്ലെ ഒന്ന് കുത്തിയിട്ട് പറഞ്ഞു, ഒന്ന് ശരിക്കും നിൽക്കുക സവാദ് എന്ന്. അതിൽ സവാദ് അല്പം ചൊടിച്ചു, നബിയെ, വടിയാൽ ഇതാ അങ്ങൻ വയറ്റിൽ കുത്തി
അതിനാലുണ്ടായ മനസ്സും കത്തി. നബിയെ, അങ്ങയുടെ കയ്യിലുള്ള വടി കൊണ്ടിതാ എൻ്റെ ശരീരത്തിൽ കുത്തിയിരിക്കുന്നു, എനിക്ക് പ്രയാസമായി, എനിക്ക് വേദനിച്ചു നബിയെ, അതുകൊണ്ട് എനിക്ക് പ്രതികാരം ചെയ്യണം. വടിയാൽ അങ്ങൻ്റെ വയറ്റിൽ കുത്തിയിട്ടുണ്ട്, എനിക്ക് പ്രതികാരം ചെയ്യണം. കൂടെയുണ്ടായിരുന്ന സ്വഹാബികളെല്ലാം പേടിച്ചു വിറച്ചുപോയി. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പോലും കോപം തിളച്ചു കയറി. എന്താ സവാദേ നീ പറയുന്നത്? പ്രവാചകനോട് നീ പകരത്തെ ചോദിക്കുകയാണോ, പ്രതികാരത്തെ ചോദിക്കുകയാണോ സവാദേ? ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെല്ലാം ഒതുക്കി നിർത്തിയിട്ട് പറഞ്ഞു, സവാദേ, പ്രതികാരം ചെയ്തു. അങ്ങനെ പ്രതികാരം സവാദ് റളിയല്ലാഹുവിനെ പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടി തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി സവാദിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് തൻ്റെ മുതുക് കാണിച്ചു കൊടുക്കുകയാണ് പ്രവാചകൻ സവാദിന്. ആ സമയത്ത് സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, അങ്ങ് എൻ്റെ വയറ്റിൽ കുത്തിയപ്പോൾ ഞാൻ ഡ്രസ്സൊന്നും ധരിച്ചിട്ടില്ലല്ലോ, എൻ്റെ ശരീരത്തിൽ വേറെ ഡ്രസ്സൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ അങ്ങയുടെ ശരീരത്തിലും പ്രഹരിക്കുമ്പോൾ അങ്ങനെ ശരീരത്തിലും വസ്ത്രമുണ്ടാകരുത് പ്രവാചകരെ. താൻ ധരിച്ച വസ്ത്രം ഉയർത്തിപ്പിടിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സവാദ് റളിയല്ലാഹുവിന് പ്രതികാരം ചെയ്യാൻ നിന്നുകൊടുക്കുന്നു. കൂടെയുണ്ടായിരുന്ന ആളുകളുടെ ദേഷ്യങ്ങൾ ആളിക്കത്തിച്ച സമയം അവിടെയാണ് സവാദ് റളിയല്ലാഹു ഓടിച്ചെന്നിട്ട് പ്രവാചകനെ അണഞ്ഞു പൊട്ടിയിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പ്രവാചകനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയാണ്. എന്നിട്ട് പ്രവാചകനോട് സവാദ് റളിയല്ലാഹു പറയുന്നു, നബിയെ, എന്തിനാണ് ഈ പണി ചെയ്തെന്നറിയോ? ഒരുപക്ഷെ ഈ ബദറിൻ്റെ രണാങ്കണ ഭൂമിയിലേക്ക് പുറപ്പെടുന്ന ഞാൻ ഇതിൽ വെച്ച് ഷഹീദാകാം, അതുകൊണ്ട് ഞാൻ അവസാനമായി എൻ്റെ ശരീരം അങ്ങയുടെ ശരീരത്തോട് ചേർക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ വലിയൊരു സന്ദേശം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 2 പാഠം ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. ഒന്ന്, പ്രവാചകനെ സ്നേഹിച്ച സ്വഹാബിയുടെ ചരിത്രം. മറ്റൊന്ന്, തൻ്റെ അനുയായിക്ക് പ്രതികാരം ചെയ്യാൻ തൻ്റെ വസ്ത്രം പോലും ഉയർത്തി കാണിച്ചു കൊടുത്ത് റെഡിയായി നിന്നുകൊടുത്ത പ്രവാചകൻ. എത്രയെത്ര സംഭവങ്ങളാ പ്രിയപ്പെട്ടവരെ. ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ ചെറിയ പ്രയാസമോ ചെറിയ ബുദ്ധിമുട്ടുകളോ ചിലപ്പോൾ കോപം വരുമ്പോൾ ഏതെല്ലാം രൂപത്തിൽ നമ്മൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ പ്രവാചകൻ്റെ ജീവിതം ഒരിക്കലും അത്തരത്തിലെ സംഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നില്ല. മുസ്ലിമും ജൂതനും ഒരു കുറ്റത്തിൻ്റെ പേരിൽ പിടിക്കപ്പെട്ടപ്പോൾ ജൂതന് അനുകൂലമായി വിധി പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നീതിയുടെ പര്യായം. ഇന്ന് പലപ്പോഴും മക്കൾക്കിടയിൽ പോലും നീതി പാലിക്കാൻ കഴിയാത്തവരായി നമ്മളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം മക്കൾക്കിടയിൽ പോലും നീതി പാലിക്കാൻ കഴിയാത്ത രക്ഷിതാക്കൾ ഇന്ന് നമുക്കിടയിൽ ഉണ്ടായിപ്പോയി. ആണെന്നും പെണ്ണെന്നും വിവേചനങ്ങൾ നൽകുന്നവർ. അവള് പഠിക്കാൻ മിടുക്കിയ, ഇവൻ മണ്ടന. ആലോചിച്ചു നോക്ക്, അന്യമതസ്ഥർ കുറ്റക്കാരായി പോലപ്പോഴും അവർക്ക് അനുകൂലമായി എവിടെയാണ് നീതി, എവിടെയാണ് ന്യായം, അതിന് വിധിക്കപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഹുദൈബിയ സന്ധിയുടെ ചരിത്രം അറിയാത്തവരല്ല നമ്മൾ. മുസ്ലിങ്ങൾക്ക് ഇത്രയധികം പ്രയാസമുണ്ടാക്കിയ ഒരു സന്ധി, ഒരു കരാർ അള്ളാഹുവിൻ്റെ നാമത്തിൽ എഴുതാൻ അനുവദിച്ചില്ല സുഹൈൽ ഇബ്നു അംർ. മുസ്ലിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന പല നിയമങ്ങളും ഹുദൈബിയ സന്ധിയിൽ എഴുതി രേഖപ്പെടുത്തിയപ്പോൾ സഹാബികൾ ചോദിച്ചു, എന്തിനാ നബിയെ ഇത്തരത്തിലൊരു പ്രവർത്തനത്തിന് അങ്ങ് സമ്മതം നൽകുന്നത്, എന്തിനങ്ങ് നിൽക്കുന്നത്? പക്ഷേ ആ കരാറ് പാലിച്ച, ആ സന്ധി അതുപോലെ മുന്നോട്ട് കൊണ്ടുപോയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം. എവിടെയും പ്രവാചകന്റെ ജീവിതമായിരുന്നു നമുക്കുള്ള സന്ദേശങ്ങൾ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, മദീനയിലെ ജൂതഗോത്രങ്ങൾക്കിടയിൽ പരസ്പരം സന്ധിയുണ്ടാക്കിയ, സമാധാനമുണ്ടാക്കിയ സമാധാനത്തിൻ്റെ ദൂതൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ഒടുവിൽ 13 വർഷം പല രൂപത്തിലും തന്നെ പ്രയാസപ്പെടുത്തി, തന്നെ ബുദ്ധിമുട്ടിച്ച്, തൻ്റെ ആളുകളെ ക്രൂരമായ കൊലപാതകങ്ങൾക്ക് വിധിയെഴുതിയ മക്കയിലെ മുശ്രിക്കുകൾക്ക്
യാസുർ കുടുംബത്തിൻ്റെ ചരിത്രം, സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹുവിൻ്റെ ചരിത്രം, ബിലാൽ ഇബ്നു റവാഹ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം, സെയ്ദ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം, ഖുബൈബ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം, ഖബ്ബാബ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം, ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിലുള്ള സംഭവങ്ങൾ. ശഅബ് അബി താലിബിൻ്റെ കുന്നിൻ ചെരുവിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബികളെയും ഇല കാഷ്ടിച്ചുകൊണ്ട് മൃഗങ്ങൾ കാഷ്ടിക്കുന്നത് പോലെയുള്ള സാഹചര്യത്തിലേക്ക് എത്തിച്ച മക്കയിലെ മുശ്രിക്കുകൾ. ഉഹുദിന്റെ രണാങ്കണ ഭൂമിയിൽ പ്രവാചകൻ ഇത്രയധികം ഇഷ്ടപ്പെട്ടിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായിരുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായി കൊലപാതകം ചെയ്ത് അദ്ദേഹത്തിന്റെ നെഞ്ചു പുലർത്തി അദ്ദേഹത്തിന്റെ കരളെടുത്ത് കടിച്ചു തുപ്പിയ ഹിന്ദ്, ചാട്ടുളി എറിഞ്ഞ് ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊലപാതകം ചെയ്ത വഹ്ശി, അബൂ സുഫിയാൻ, ഇങ്ങനെ ഇക്രിമത്ത് ബിൻ അബൂ ജഹൽ, ഇങ്ങനെ തുടങ്ങുന്ന മുഴുവൻ ആളുകളും ഹിജറയുടെ 8ാമത്തെ വർഷം പ്രവാചകന്റെ മുമ്പിൽ അണിനിരക്കുകയാണ്. മക്ക വിജയ ദിവസം. വേണമെങ്കിൽ പ്രതികാരം ചെയ്യാമായിരുന്നു, വേണമെങ്കിൽ അവരുടെ എല്ലാം കഴുത്തുകൾ അരിഞ്ഞെടുക്കാമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. നിങ്ങൾ ആലോചിച്ചു നോക്കണം, ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ മക്കയിലെ ജനങ്ങളുടെ മർദ്ദനങ്ങൾ സഹിക്കവയ്യാതെ തൻ്റെ ഉമ്മയുടെ നാട്ടുകാരുള്ള ഉമ്മയുടെ ബന്ധുക്കളുള്ള തായിഫിൻ്റെ മലഞ്ചെരുവിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര തിരിച്ചു. മക്കയെക്കാളും വലിയ ക്രൂരമായ പീഡനങ്ങളായിരുന്നു തായിഫിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരിട്ടത്. എന്നിട്ട് ശരീരത്തിൽ നിന്ന് ഒലിച്ചുകൊണ്ടിരിക്കുന്ന രക്തത്തിൻ്റെ പൊടികളുമായി കൊണ്ട് തായിഫിൻ്റെ കുന്നിൻ ചെരുവിറങ്ങി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് പറയുന്നു, അല്ലയോ പ്രവാചകരെ, ഇതാ ഈ പർവ്വതങ്ങളുടെ കൈകാര്യകർത്തൃത്വം ഏൽപ്പിച്ചിട്ടുള്ള മലക്കുകൾ അതാ ഒരു ഉത്തരവിനായി കാത്തിരിക്കുകയാണ്. പ്രവാചകരെ, പർവ്വതത്തിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ അങ്ങയുടെ ഒരു സമ്മതത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. എന്താ? അങ്ങൊന്ന് സമ്മതം മൂളിയാൽ ഈ ത്വായിഫിൻ്റെ മലഞ്ചെരുവുകൾക്കിടയിൽ ഈ സമൂഹത്തെ ഞാൻ അങ്ങ് നെരുക്കിക്കളഞ്ഞ് ഇല്ലാണ്ടാക്കിത്തരാം നബിയെ. ഇത്രയധികം അങ്ങയെ പ്രയാസപ്പെടുത്തിയൊരു സമൂഹത്തെ. അവിടെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി ഇന്നഹും ലാ യഅലമൂൻ. അല്ലാഹുവേ, എൻ്റെ സമൂഹത്തിന്, എൻ്റെ ജനങ്ങൾക്ക്, എൻ്റെ ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണം റബ്ബേ. കാരണം ഇന്നഹും ലാ യഅലമൂൻ, അവർ അറിവില്ലാത്തവരാണ് അല്ലാഹുവേ. അവർക്ക് പുറത്തു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രവാചകന്റെ വാക്കുകൾ. മക്ക വിജയ ദിവസം സകലതും പുറത്തു കൊടുത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ മേഖലകളിൽ എവിടെയെങ്കിലും അന്യായം കാണുമ്പോൾ, എവിടെയെങ്കിലും ഈ രൂപത്തിലുള്ള ഇടപാടുകൾ കാണുമ്പോൾ പൊട്ടിത്തെറിക്കുന്നവരാ നമ്മൾ, അനീതി കാണിക്കുന്നവരാ നമ്മൾ. പക്ഷേ പ്രവാചകന്റെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ, ലളിതമായ ജീവിതം നയിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രൂപത്തിലുള്ള ആഡംബരങ്ങളും ആ പ്രവാചകന്റെ ജീവിതത്തിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. ലളിതമായ ജീവിതം. കുടുംബങ്ങൾക്കിടയിൽ, ഭാര്യമാർക്കിടയിൽ, മക്കൾക്കിടയിൽ, കൂട്ടുകാർക്കിടയിൽ, നാട്ടുകാർക്കിടയിൽ, സ്വഹാബികൾക്കിടയിൽ, ശത്രുരാജ്യത്തെ ഭരണാധികാരികൾക്കിടയിൽ പോലും സ്ഥാനം ലഭിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലളിതമായ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു. ആലോചിച്ചു നോക്കണം, വസ്ത്രധാരണത്തിൽ പോലും ഇത്രയധികം ലാളിത്യം കാണിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു ദിവസം ഭക്ഷണം വിശന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് കയറി വരുന്നു. ആയിഷ, എന്തേ വീട്ടിലുള്ളത്? അവർ പറഞ്ഞു, നബിയെ, ഒരു ഹുബസിൻ്റെ കഷ്ണുണ്ട്, ഒരു റൊട്ടിയുടെ കഷ്ണുണ്ട്. അപ്പോൾ ചോദിച്ചു, എന്തേ അതിലേക്ക് കഴിക്കാനുള്ളത്? തപ്പിപ്പിടിച്ച് കുറച്ച് സുർക്ക കൊടുന്ന് കൊടുത്ത് നബിക്ക്. പ്രവാചകൻ പറഞ്ഞു, സുർക്ക എത്ര നല്ല കൂട്ടാൻ. ഇത്രയധികം ജീവിതത്തിൽ ലാളിത്യം പാണിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരിക്കൽ ഒരു സഹോദരിയും അവരുടെ 2 മക്കളും
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് വരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ ഉണ്ടായിരുന്ന 2 ഈത്തപ്പഴങ്ങൾ എടുത്തു. പ്രവാചകൻ്റെ മുഴുവൻ വീട്ടുക്കും ആളെ പറഞ്ഞയച്ചു. എന്തെങ്കിലും ഭക്ഷണം ഉണ്ടോ? ഇല്ല. അവരൊക്കെ തിരിച്ചയച്ചു. അവസാനം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് 2 കാരക്ക കിട്ടി. ആ മാതാവ് ആ 2 കാരക്കയിൽ നിന്ന് 1 2 മക്കൾക്കിടയിൽ വീതിച്ചു. 3 കാരക്ക കൊടുത്തു. 3 എണ്ണത്തിൽ 1 2 മക്കൾക്ക് ഓരോന്ന് വീതം മക്കൾക്കിടയിൽ വീതിച്ചു. 1 കടിക്കാൻ നിൽക്കുമ്പോൾ മക്കളിൽ ഒരാൾ കൈ നീട്ടിയപ്പോൾ ആ കാരക്കച്ചുകൾ കൂടി മക്കൾക്ക് വീതം വെച്ചു. ഇവിടെയും നമുക്ക് പഠിപ്പിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ലാളിത്യവും ജീവിതത്തിലെ പ്രയാസങ്ങളുമാണ്. എവിടെയെങ്കിലും ചെറിയ പ്രയാസം വരുമ്പോഴേക്ക്, സാമ്പത്തികമായൊരു ബുദ്ധിമുട്ട് വരുമ്പോഴേക്ക് വല്ലാതെ പ്രയാസപ്പെടുന്ന നമ്മൾ, വല്ലാതെ ആശങ്കപ്പെടുന്ന നമ്മൾ, അള്ളാഹുവിനോട് കുറ്റം പറയുന്ന നമ്മൾ, എന്താ റബ്ബേ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്, എന്താ എൻ്റെ കുടുംബത്തിന് മാത്രം, എൻ്റെ ജോലിയുടെ കാര്യത്തിൽ മാത്രം, എൻ്റെ ഓഫീസിൻ്റെ കാര്യത്തിൽ മാത്രം അല്ലാഹു എന്തിത്ര പ്രയാസം ഉണ്ടാക്കുന്നു നീ എന്ന് റബ്ബിനെ കുറ്റം പറയുന്ന നമ്മൾ ആലോചിച്ചു നോക്കണം. ഹിജ്റയുടെ 11-ാമത്തെ വർഷം റബീഉൽ അവൽ മാസത്തിൻ്റെ 12-ാമത്തെ ദിവസം തിങ്കളാഴ്ച പൂർവാഹനത്തിൻ്റെ സമയത്ത്, ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകൻ്റെ പടയങ്കി തൊട്ടപ്പുറത്ത് വീട്ടിലെ ജൂതൻ്റെ വീട്ടിൽ എണ്ണയ്ക്ക് വേണ്ടി പണയം വെച്ചതായിരുന്നു എന്ന് പറയുമ്പോൾ, ഏത് പ്രവാചകൻ്റെ വീട്ടിലെ തലേന്ന് പ്രവാചകൻ വഫാത്താകുന്നതിൻ്റെ തലേ ദിവസത്തെ രാത്രി എണ്ണ കത്തിക്കുന്നതിനും രാത്രി വിളക്ക് കത്തിക്കുന്നതിന് എണ്ണക്കും അന്ന് ഭക്ഷണം കഴിക്കാൻ അല്പം ബാർലിക്കും വേണ്ടി പ്രവാചകൻ്റെ പടക്കോപ്പുകൾ പോലും പണയം വെച്ചിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, എവിടെയും പ്രവാചകൻ്റെ ജീവിതത്തിൽ മാതൃകകൾ മാത്രമാണുള്ളത്. പ്രവാചകൻ്റെ ജീവിതമാണ് പ്രവാചകൻ്റെ സന്ദേശം. പ്രവാചകൻ്റെ ജീവിതത്തിലെ ഓരോ സമയങ്ങളും ഓരോ സന്ദർഭങ്ങളും പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്ദേശമാണ്, മാതൃകയാണ്. ആ സന്ദേശങ്ങളും ആ മാതൃകകളും പിൻപറ്റിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്ന നല്ല അടിമകളായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. നമ്മൾ നമ്മുടെ സ്വന്തത്തെക്കാളും നമ്മുടെ കുടുംബത്തെക്കാളും നമ്മുടെ ബന്ധത്തെക്കാളും നമ്മുടെ സമ്പത്തിനേക്കാളും എല്ലാം ഉപരിയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുമ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുമ്പോൾ മാത്രമാണ് നമ്മുടെ ഈമാൻ പൂർത്തിയാവുക എന്നുള്ളതും നമ്മളൊക്കെ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകനെ സ്നേഹിച്ചുകൊണ്ട്, പ്രവാചകനെ ഇഷ്ടപ്പെട്ടുകൊണ്ട്, പ്രവാചക ജീവിതത്തിലെ മാതൃകകൾ ജീവിതത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈമാൻ പൂർത്തിയാക്കി ജീവിതത്തെ ചിട്ടപ്പെടുത്തി ഈമാനോടുകൂടി മരിക്കുന്ന യഥാർത്ഥ വിശ്വാസിനികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുവാനുമുള്ള എല്ലാവിധ തൗഫീഖുകളും അല്ലാഹു സുബ്ഹാനഹു വ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ നമ്മൾ ഇന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഒരുമിച്ച് കൂടലുകളും നമ്മുടെ ഈ പറയുന്നതും കേൾക്കുന്നതും എല്ലാം ജീവിതത്തിൽ ഉപകാരപ്പെടുത്തുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി തരുമാറാവട്ടെ. രോഗികളുടെ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.